സജ്ജനങ്ങൾക്ക് ഏവർക്കും സാദര നമസ്കാരം. ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു മഹാഭാഗ്യം ഉണ്ടായി. നിരവധി വർഷങ്ങളായിട്ട് ഭഗവാനെ കയ്യിലേന്തി നടക്കുന്ന അമ്മയുടെ യഥാർത്ഥ പേര് സർട്ടിഫിക്കറ്റ് നെയിം ഡോക്ടർ നളിനി മാധവൻ എന്നാണ്. പക്ഷേ അമ്മയെ ഞങ്ങളെല്ലാം യശോദമ്മ എന്നാണ് വിളിക്കുക. അമ്പാടിക്കണ്ണനെ സദാസമയവും കയ്യിലേറ്റി നടക്കുന്ന ആ ദ്വാപരയുഗത്തിലെ അമ്മയുടെ മറ്റൊരു മൂർത്തിഭാവമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഭവനത്തിൽ. ഞങ്ങളുടെ വീട് തന്നെ ധന്യമായിരിക്കുകയാണ്. എന്താണമ്മേ ഇങ്ങനെ ഒരു ഭഗവാനെ കയ്യിലേന്തി എത്ര വർഷമായിട്ട് നടക്കുന്നു? ഇതിപ്പോൾ ഒരു 5 വർഷമായി. 5 വർഷം? 5 വർഷത്തിലധികമായി. 5 വർഷത്തിലായി. എപ്പോഴും ഭഗവാൻ കയ്യിലുണ്ടാവും. എന്താണ് അമ്മയുടെ ഒരു അനുഭൂതി ഭഗവാനെ കയ്യിൽ എടുക്കുമ്പോൾ? ഭഗവാനെ കയ്യിലെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എടുക്കാൻ കാരണം പിന്നെ വീടടച്ച് ഇറങ്ങുമ്പോൾ കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ ആയപ്പോൾ വീടടയ്ക്കാൻ ആ നേരത്തെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം, എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോവാനോ ഞാനും ഉണ്ട് എന്ന്. അപ്പോൾ വേഗം വാതിൽ തുറന്ന് കയ്യിലെടുത്തതാണ്. അപ്പോൾ എടുത്തപ്പോൾ എനിക്ക് ഇത്രയും ചൈതന്യമുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷെ ക്രമേണ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ അറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കണ്ണൻ ചിരിക്കും, കൃഷ്ണമണി അളകും, നോക്കും, ആൾക്കാരെ നോക്കുന്നുണ്ട്. കുറേ സങ്കടങ്ങൾ പറഞ്ഞ് കരയുന്നാൽ ആൾക്കാർ വന്ന് കരയുമ്പോൾ അവരുടെ മുമ്പിൽ കണ്ണ് നിറച്ച് കാണിച്ചു കൊടുക്കും. ഞാനിത് നിങ്ങൾ പറഞ്ഞത് ഏറ്റവും എന്നുള്ള നിലയ്ക്ക്. അതുപോലെ ദേഹത്തിലെ ചൂട് ചിലപ്പോൾ കാണിച്ചു കൊടുക്കും, ഹാർട്ട് ബീറ്റ് കാണിച്ചു കൊടുക്കും. അങ്ങനെ തല തിരിച്ച് നോക്കുന്നത് കാണാം. അത് എപ്പോഴാണ് ചെയ്യണമെന്നൊന്നും അറിയില്ല. അങ്ങനെ പല എന്ത് ഭാഗ്യം എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ഭാഗ്യം ഭഗവാൻ ഈ ജന്മത്തെ എനിക്ക് തന്നിട്ടുള്ളത്. അമ്മ ഇപ്പൊ താമസിക്കുന്നത് എവിടെയാ? ഗുരുവായൂരിലാണ്. ഗുരുവായൂർ പടിഞ്ഞാറനടയിലാണ്. പടിഞ്ഞാറയുടെ അമ്പാടിക്കണ്ണന്റെ ഭഗവാന്റെ അടുത്ത് ഭഗവാൻ അവിടെ തന്നെ എത്തിച്ചു തന്നെ. ചെന്നൈയിലാണ് താമസം, എൻ്റെ വീട്, സ്വന്തം വീട്. പക്ഷെ ഇപ്പൊ എന്നെ അവിടെ എത്തിച്ചു. ഭഗവാൻ എപ്പോഴും അമ്മയ്ക്ക് വഴികാട്ടിയായിട്ട് വർത്തിക്കുന്നു. തീർച്ചയായിട്ടും അമ്മയുടെ ഉള്ളിൽ എപ്പോഴും ഭഗവാനുണ്ട്. ഈ ഉണ്ണിക്കണ്ണനെ കയ്യിലേന്തി നടക്കുമ്പോ മറ്റുള്ളവരെന്താ പറയുന്നത്? പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരുണ്ടോ? നേരിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. തുടക്കത്തില് എന്നോട് എൻ്റെ ഹൗസ് ഓണറാണ്, എന്തിനാ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഭക്തി മനസ്സിലായ പോരെ, കൊണ്ട് നടക്കേണ്ട ആവശ്യം എന്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണനെ കൊണ്ട് നടക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഭക്തി കൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു കുട ഉണ്ട്, അതാ പോണവരുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്, ആ അമ്മയുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്, എൻ്റെ കയ്യിൽ കണ്ണനുണ്ട്. ഇത്രയേ ഉള്ളൂ അവിടെ കാര്യം. അല്ലാതെ എനിക്ക് ഭക്തി ഉണ്ട് എല്ലാവരും നോക്കും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കയ്യിൽ കണ്ണനെ കൊണ്ട് നടക്കുന്നു, ബോധിപ്പിക്കാനല്ല, ഞാൻ ആരോടും പറയാനും വന്നിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളൂ കാര്യം എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ എന്നോട് നേരിട്ടായിട്ട് ആരും പരിഹസിക്കും പിന്നാലെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാറ്റിനും ഉണ്ടല്ലോ 2 തരം. അതെ, ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. ഇനി കേട്ടാൽ തന്നെ ഭഗവാന്റെ വാക്കല്ലാതെ വേറൊന്നും എന്റെ ചെവിയിലേക്ക് എത്തില്ല. ഭഗവാന്റെ ശബ്ദം ഞാൻ കേട്ടു. അമ്മയുടെ കുടുംബം അമ്മയ്ക്ക് പൂർണ്ണ സപ്പോർട്ടല്ല എല്ലാ അർത്ഥത്തിലും. അതെ. മൂത്ത മകൻ ആദ്യം പറഞ്ഞു, കുറച്ച് വലുതല്ലേ അമ്മ, അമ്മയ്ക്ക് പ്രായം, എനിക്ക് 70 വയസ്സായി. അപ്പൊ 65 വയസ്സാണ്. അപ്പൊ അമ്മ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ ഏത് നേരം കയ്യിൽ വെച്ച അമ്മയ്ക്ക് കൈ കഴിക്കില്ലേ, അപ്പൊ അതിന് പകരം ചെറുതായിട്ട് ഒന്ന് അമ്മ ബാഗിൽ വെച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കാരണം എന്നോട് പറഞ്ഞത് ഈ ഉണ്ണിയാണ്, അതിന് പകരം ഞാൻ വേറെ ഒരു ഉണ്ണിയെ എടുത്ത്, എല്ലാം കണ്ണന്മാർ തന്നെയാണ്, പക്ഷെ ചൈതന്യമായിട്ട് പറഞ്ഞത് ഇവിടെയാണ്. അതിന് പകരം വേറെ ആൾ ബാഗിൽ വെച്ചിട്ട് കാര്യമില്ല, എനിക്കൊന്നും പറ്റില്ല. ഇപ്പൊ 5-5.5 വർഷത്തിന്റെ അടുത്തായി കഴിഞ്ഞു. ഇതുവരെ കഴിയുന്ന ഒരു വേദനയോ, രാത്രി കിടക്കുമ്പോൾ കൂടി കയ്യിൽ കിടന്നിട്ടാണ് ഉറങ്ങുന്നത്. ഇങ്ങനെ കയ്യിൽ കിടന്നിട്ട് ഈ കൈ കൊണ്ട് തന്നെ കഴുത്തിങ്ങനെ പിടിച്ചു കൂട്ടിയിട്ടാണ് കിടക്കുന്നത്. ഇന്നേ വരയ്ക്കും യാതൊരു ബുദ്ധിമുട്ടോ കയ്യിൽ വേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഞാൻ അത്ര ശക്തിയില്ല, കാരണം മാനസികമായിട്ടുള്ള തളർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നടക്കുമ്പോഴേക്കും ക്ഷീണിക്കുക, കിതയ്ക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ കോഴിക്കോട്ടിലായിരുന്നു, അത് 2 ദിവസം മുമ്പ് ഗുരുവായൂരിലായിരുന്നു. ഇപ്പോഴത്തെ ഞാൻ തലശ്ശേരി വന്നു, ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നു. ചുറ്റൽ തന്നെയാണ്. അതെ, ഇനിയിപ്പോൾ ഒരു വിശ്രമമില്ലാതെ ചുറ്റിയാലും ഒരു ക്ഷീണമില്ല. ഭയങ്കര ശക്തിയാണ്. അതെ, ഭയങ്കര ശക്തിയാണ്. അമ്മ ഇസ്കോണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതെ, ഇസ്കോണിൽ ഞാൻ ട്രിവാൻഡ്രം ഇസ്കോണിൽ ഉള്ളതാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാറുണ്ട്. അമ്മയെ വിളിക്കുമ്പോൾ തന്നെ അമ്മ ഹരേ കൃഷ്ണ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് ശീലമായി പോയി. ആരെയും വിളിക്കുന്നതും കണ്ണാന്നോ, ഇരിക്കുമ്പോഴും കണ്ണൻ, ഇരിക്കുമ്പോഴും കണ്ണൻ പറഞ്ഞപ്പോൾ അതങ്ങോട്ട് ശീലമായി.
സജ്ജനങ്ങളെ ഓർക്കുക, നമ്മുടെ നാട്ടിൽ ഗുരുവിനെയും ഒക്കെ നിന്ദിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന നാട്ടിൽ ഇത്തരം അമ്മമാർ, അവിടെയെല്ലാം ജീവിതത്തിലെ അനുഭവങ്ങൾ, ആനന്ദ നിർവൃത്തി, ഇതൊന്നും ഒരിക്കലും ഒരാൾക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒരിക്കലും പഞ്ചസാര കഴിച്ചിട്ടില്ലാത്ത ഒരാളോട് പഞ്ചസാരയുടെ മധുരം എങ്ങനെയെന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ല. അത് വാക്കുകൾ കൊണ്ട് സാധ്യമല്ല. മറിച്ച് ഒരു തുള്ളി പഞ്ചസാര എടുത്ത് അവരുടെ ഒന്ന് വായിലേക്ക് ഇട്ട് കൊടുത്താൽ പിന്നീട് ഒരു വാക്കിൻ്റെയും ആവശ്യമില്ല. അമ്മ പഞ്ചസാര കഴിച്ച മധുരം അനുഭവിച്ചു എന്നതുപോലെ കണ്ണനെ കൂടെ നടന്നപ്പോൾ കണ്ണനിലൂടെ കിട്ടുന്ന ആനന്ദ നിർവൃതി അനുഭവിച്ച അമ്മയാണ്. അമ്മയെ യശോദാമ്മ എന്ന് നമ്മൾ വിളിക്കുന്നു. അമ്മ ചിരകാലമായിട്ട് വ്യത്യസ്ത മേഖലയിൽ യോഗയും ആയുർവേദവും എല്ലാം സമാജത്തിന് സംഭാവന ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. അമ്മയ്ക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വീട്ടിൽ വന്നതിന് വളരെ വളരെ സന്തോഷം. ഞങ്ങൾ തന്നെ ഈ ഭവനം പുണ്യമായിരിക്കുന്നു. ഹരേ കൃഷ്ണ.